എഫ്സ്റ്റീൻ ഫയൽസ്. പുറത്തു നിന്ന് നോക്കിയാൽ സ്വർഗത്തെക്കാൾ സുന്ദരം. ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, ആ തേങ്ങൽ ലോകത്തെ തന്നെ വേട്ടയാടും, ഈ സമൂഹത്തെ വേട്ടയാടും. ലൈംഗിക അടിമകളായ കൊച്ചുകുട്ടികൾ. ഈ സമ്പത്തൊക്കെ ഉണ്ടാക്കിയത് വെറുതെയല്ല. അയാൾക്ക് അർഹിച്ച മരണം. മോദിയുടെ പേര് എങ്ങനെയാണ് പെട്ടത്? ബിൽ ഗേറ്റ്സ്, മൈക്കിൾ ജാക്സൺ, US ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഒരുപാട് രേഖകൾ US അവസാനം പുറത്തുവിട്ടിരിക്കുന്നു. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻസ്? എന്താണ് എപ്സ്റ്റീൻ ഫയൽസ്? പുറമേ നിന്ന് നോക്കിയാൽ സ്വർഗത്തെക്കാൾ സുന്ദരമായ 75 ഏക്കർ, എണ്ണപ്പനകൾ നിറഞ്ഞ ദ്വീപ്, 4 ചുറ്റും കടൽ, സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ വലിയ വലിയ ബംഗ്ലാവുകൾ. പക്ഷേ ആ സൗന്ദര്യത്താലല്ല ലിറ്റിൽ സെയിന്റ് ജെയിംസ് എന്ന ആ ദ്വീപ് അറിയപ്പെടുന്നത്. ക്രൂരതയുടെ പര്യായമാണ്, കറുത്ത സത്യങ്ങളുടെ പര്യായമായാണ് ആ ദ്വീപ് എന്നറിയപ്പെടുന്നത്. അവിടുത്തെ ഓരോ മണൽത്തരിയിലും കൊച്ചു കുഞ്ഞുങ്ങളുടെ തേങ്ങൽ നമുക്ക് ഉയർന്നു കേൾക്കാം. ലൈംഗിക അടിമകളായി അവിടെ എത്തിച്ച കൊച്ചുകുട്ടികളുടെ 13ഉം 14ഉം വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ തേങ്ങിക്കരച്ചിലുകൾ നമുക്കവിടെ ഓരോ മണൽത്തരിയിലും ശ്രവിക്കാൻ കഴിയും. 4 ചുറ്റും കടലായതുകൊണ്ട് തന്നെ തട്ടിക്കൊണ്ടുവന്ന കുട്ടികൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കോടീശ്വരന്മാരുടെ ലൈംഗിക അടിമകളായി ജീവിതം കഴിച്ചുകൂട്ടേണ്ടി വന്നു ആ കൊച്ചുകുട്ടികൾക്ക്. അവിടെ നിന്ന് സർക്കാർ ആ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നത് വരെ. അവിടെ നിന്ന് മരണം പുൽകിയ ഈ കൊച്ചു അടിമകൾ എത്ര പേരുണ്ട് ആർക്കും അറിയില്ല. ഈ ദ്വീപിലെ സന്തോഷം ആസ്വദിക്കാൻ അവിടെ എത്തിയവർ ആരൊക്കെ? ശതകോടീശ്വരന്മാർ, ഭരണാധികാരികൾ, സയന്റിസ്റ്റുകൾ, മാജിക്കുകാർ, ജിയോളജിസ്റ്റുകൾ, അധികാരമുള്ളവർ തുടങ്ങി സമ്പന്നരുടെ വലിയൊരു കൂട്ടം തന്നെ. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? അമേരിക്കയിലെ ഒരു മൾട്ടി മില്യനെയർ. 2024 ഈ ഫയൽ ആദ്യം പുറത്തു വരുന്നത്. 1953 ജനുവരി 20 അമേരിക്കയിലെ ബ്രൂക്ലിൻ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരു ജൂത കുടുംബത്തിൽ, വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചയാളാണ് ജെഫ്രി എപ്സ്റ്റീൻ. കോളേജ് പഠനം പൂർത്തിയാക്കിയിട്ടില്ല, അല്ലെങ്കിൽ കോളേജ് പഠനത്തിനിടയിൽ മോശം പെരുമാറ്റത്തിന് പുറത്താക്കപ്പെട്ടു. പിന്നീട് ഫിസിക്സ്, മാത്സ് അധ്യാപകനായി ഒരു സ്കൂളിൽ ജോലിയിൽ ചേർന്നു. സ്കൂളിലെ കുട്ടികളോടുള്ള മോശം പെരുമാറ്റത്തിനും സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് തെളിഞ്ഞതിനും അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നീട് ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്തു. അവിടെയും മോശം പെരുമാറ്റത്തിന്റെ പുറത്തായി. പിന്നീട് ജെഫ്രി എപ്സ്റ്റീനെ കാണുന്നത് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലാണ്, ഒരു ഗുണ്ടാപ്പണിയുമായി. മറ്റൊന്നുമല്ല, എവിടെയെങ്കിലും തിരിച്ചു കിട്ടാത്ത പണമുണ്ടെങ്കിൽ എപ്സ്റ്റീനെ അറിയിക്കുക, അയാൾ അത് വാങ്ങിക്കൊടുക്കും. നല്ല രീതിയിലല്ലല്ലോ, അതിന്റെ ഷെയർ കിട്ടും. അങ്ങനെ വൻ കോടീശ്വരനായി. ഉന്നത ബന്ധങ്ങളും സമ്പത്തും അയാളെ വളർത്തി. പിന്നീട് അയാൾ അമേരിക്കയിൽ 75 ഏക്കറോളം വരുന്ന ദ്വീപ് വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് അതിന് പേര് നൽകി ലിറ്റിൽ സെയിന്റ് ജെയിംസ്. അവിടെയാണ് ലോകത്തെ പിടിച്ചു കുലുക്കിയ ഈ അരാജകത്വങ്ങൾ നടമാടിയത്, ലൈംഗിക വൃത്തികൾ നടമാടിയത്, കൊച്ചുകുട്ടികളെ വിലക്കെടുത്ത് ലൈംഗിക അടിമകളാക്കിയത്. ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഈ കേസിന്റെ അലയൊലികൾ ഇന്ത്യയിലുമെത്തി. ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഒന്ന് പിടിച്ചു കുലുക്കി. ശതകോടീശ്വരന്മാർക്കും ഭരണാധികാരികൾക്കും ലൈംഗിക അടിമകളെ സപ്ലൈ ചെയ്യുന്നതായിരുന്നു എപ്സ്റ്റീന്റെ പണി. അതിനുവേണ്ടി അയാളോട് സൗഹൃദം കൂടിയവർ ഒരുപാട്. സൗഹൃദം നടിച്ചു കൊണ്ടുവന്ന ഈ കോടീശ്വരന്മാരുടെ രഹസ്യ വീഡിയോകളും ചിത്രങ്ങളും അയാൾ ശേഖരിച്ചു. അതുപയോഗിച്ച് അയാൾ വീണ്ടും സമ്പത്തുണ്ടാക്കി. 2024 ഈ ഫയൽ ആദ്യമായി പുറത്തു വന്നത്. അതിലടങ്ങിയിട്ടുള്ള ഫോട്ടോകൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചു. ആരൊക്കെയാണ് ആ ചിത്രങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റൺ, ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപ്, സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, പിന്നെയോ കാപ്രിയോ, മൈക്കിൾ ജാക്സൺ, ബിൽ ഗേറ്റ്സ്, നടൻ അലക്സ് ബാൾബിൻ, പ്രിൻസ് ആൻഡ്രൂസ്, ബ്രിട്ടനിലെ ആൻഡ്രൂസ് രാജകുമാരൻ, മജിഷ്യനായ ഡേവിഡ് കോപ്പർഫീൽഡ്, നോം ചോസ്കി തുടങ്ങി അതിപ്രശസ്തർ, വൻ സമ്പന്നർ, വൻ ഭരണാധികാരികൾ, ശാസ്ത്രജ്ഞന്മാർ. ഇതിന്റെ അലയലുകൾ ഇന്ത്യയിലേക്കും എത്തി. അനിൽ അംബാനിയുടെയും, എന്തിന് മോദിയുടെ പേര് പോലും പരാമർശിക്കപ്പെട്ടു.
മോദി ആ ദ്വീപിൽ പോയി എന്നല്ല, മോദിക്ക് താൻ ഉപദേശം നൽകിയിട്ടുണ്ട് എന്നും ആ ഉപദേശം അനുസരിച്ച് മോദി ഇസ്രായേലിൽ പോയി എന്നും അത് മോദിക്കും ഇസ്രായേലിനും ഗുണമായി എന്നുമാണ് എസ്റ്റിൻ തന്റെ ഫയലിൽ കുറിച്ചു വെച്ചത്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ കോലാഹലം ചെറുതൊന്നുമല്ല. ഇങ്ങനെ ഒരു ലൈംഗിക കുറ്റവാളിയുടെ ഉപദേശം നേടാൻ മാത്രം അധപ്പതിച്ചോ മോദി എന്ന രീതിയിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. അതിൽ സത്യം എത്രയുണ്ട് എന്ന് തെളിഞ്ഞിട്ടില്ല. ജെഫ്രി എപ്സ്റ്റീൻ വിലയ്ക്ക് വാങ്ങിയ 75 ഏക്കർ ദ്വീപ് ലിറ്റിൽ സെയിന്റ് ജെയിംസ് എന്നാണ് അയാൾ പേരിട്ടതെങ്കിലും എപ്സ്റ്റീൻ ഐലൻഡ് എന്നാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ ഇത് അറിയപ്പെടുന്നത്. അണ്ടർ ഏജ്ഡ് ഗേൾസ് അഥവാ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ 14, 15, 16 വയസ്സുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് പാർപ്പിച്ച് ലൈംഗിക അടിമകളാക്കുകയായിരുന്നു, ശതകോടീശ്വരന്മാർക്ക് വിൽക്കുകയായിരുന്നു ഈ ദ്വീപിൽ. സാമ്പത്തികമായി താഴ്ന്ന നിലയിലുള്ള കുട്ടികളെ കണ്ടെത്തുക, അവരെ മസാജിന് വേണ്ടി എന്ന നിലയിൽ മസാജ് ചെയ്താൽ $200-300 കൊടുക്കാം എന്ന പേരിൽ കുട്ടികളെ ഈ ദ്വീപിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ എത്തിക്കുക, പൂർണ്ണ നഗ്നരാക്കിയ ആ കുട്ടികളെ കൊണ്ട് മസാജ് ചെയ്യിക്കുക, ആ വീഡിയോ ചിത്രീകരിക്കുക, ആ വീഡിയോ വെച്ച് ഭീഷണിപ്പെടുത്തി അവരെ ലൈംഗിക അടിമകളാക്കുക. ഇതായിരുന്നു ജെഫ്രിന്റെ ശൈലി. കാര്യങ്ങൾ മാറിമറിഞ്ഞത് പെട്ടെന്നാണ്. 2005 അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ഒരു സ്കൂൾ കുട്ടി ഇത് ആയയോട് പറയുന്നു. ആയ ടീച്ചറോടും ടീച്ചർ പോലീസിനോടും പറയുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ ഈ ഒരു കുട്ടിയിൽ നിന്ന് വിരൽ ചൂണ്ടപ്പെട്ടത് 2 പേരിലേക്കാണ്. ആ 2 4 ആയി, 4 8 ആയി, 8 16 ആയി, 16 32 ആയി, 35ഓളം കുട്ടികൾ. അതൊരു ചെയിൻ പോലെ. കുട്ടികളുടെ രക്ഷിതാക്കൾ പരാതിയുമായി US-ലെ പാം ബീച്ച് പോലീസിലെത്തുന്നു. ജെഫ്രി എപ്സ്റ്റീൻ അറസ്റ്റിലാകുന്നു. എന്നാൽ തന്റെ വലിയ സാമ്പത്തികവും സ്വാധീനവും വെച്ച് ഇയാൾ രക്ഷപ്പെടുന്നു. വെറും 13 മാസത്തെ ശിക്ഷയ്ക്ക് ശേഷം. 18 മാസമാണ് ശിക്ഷ വിധിച്ചതെങ്കിലും എപ്സ്റ്റീൻ ജയിലിൽ കഴിഞ്ഞത് വെറും 13 മാസമാണ്. കൈക്കൂലിയും ഉന്നത ബന്ധങ്ങളും എപ്സ്റ്റീന്റെ സഹായത്തിനെത്തി. അമേരിക്കയിൽ ജയിലിൽ പുറത്ത് ജോലി ചെയ്യാൻ പോകാം, 8 മണിക്കൂർ പുറം ജോലി. ഇയാൾ ഉറങ്ങാൻ മാത്രമാണ് ജയിലിലെത്തിയതെന്നാണ് പരിഹാസ ചുവയോടുകൂടി ലോകം മുഴുവൻ പറയുന്നത്. എന്താണ് എപ്സ്റ്റീൻ ഫയൽസ്? 30 ലക്ഷത്തോളം പേജ് വരുന്ന രേഖയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. കൂടാതെ ഇതിനോടൊപ്പം 2000-ഓളം വീഡിയോകൾ, 1.8 ലക്ഷം ചിത്രങ്ങൾ, അതുപോലെ ചാറ്റുകൾ, കാൾ റെക്കോർഡ്സുകൾ, കോണ്ടാക്ട് ലിസ്റ്റുകൾ, വീഡിയോകൾ, കൂട്ടാളികളുടെയും ക്ലയന്റുകളുടെയും പേരുകൾ, ഇതെല്ലാം ചേർന്നതാണ് എപ്സ്റ്റീൻ ഫയൽസ്. ഈ വിപുലമായ രേഖകളാണ് US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടത്. ആദ്യ ജയിൽവാസത്തിന് ശേഷം പുറത്തു വന്ന എപ്സ്റ്റീൻ തന്റെ ക്രൂരതകൾ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നാലെ അയാളെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, ജൂലി കെ ബ്രൗൺ. അവർ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം റിപ്പോർട്ടാക്കി അതിനെ ഒരു പുസ്തകമാക്കി, പെർവേർഷൻ ഓഫ് ജസ്റ്റിസ്. ഈ പുസ്തകം പുറത്തിറങ്ങിയതിന്റെ പിന്നാലെ 2018 വീണ്ടും ജയിലിലേക്ക്. 2019 മരണം, ജയിലിനകത്ത് വെച്ച്. അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് പോലും തെളിഞ്ഞിട്ടില്ല. ജയിലിലെ ക്യാമറയുടെ നിരീക്ഷണം വരാത്ത ഭാഗത്ത് ഇയാൾ മരിച്ചു കിടന്നിരുന്നു. ബിൽ ക്ലിന്റന്റെ ആൾക്കാരാണ് ഇയാളെ കൊന്നത് എന്നൊരു വാദമുഖം ലോകമെമ്പാടുമുണ്ട്. ബിൽ ക്ലിന്റനെ കുറിച്ച് കൂടുതൽ രേഖകൾ പുറത്തു വരാതിരിക്കാൻ, ജെഫ്രി എപ്സ്റ്റീൻ അതിനെക്കുറിച്ച് വിവരിക്കാതിരിക്കാൻ ബിൽ ക്ലിന്റന്റെ ആൾക്കാരാണ് കൊന്നുകളഞ്ഞത് എന്നൊരു വാദമുഖം. എത്ര സത്യമാണ് എന്നറിയില്ലെങ്കിലും ജീവിച്ചിരുന്നപ്പോൾ ക്രൂരതകളുടെ പര്യായം, കൊച്ചുകുട്ടികളുടെ കണ്ണീർ വീണ് നനഞ്ഞ ആ മണൽപ്പരപ്പ്, ആ വലിയ ദ്വീപ്, ഇന്നും സമൂഹത്തെ അത് വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ കുട്ടികളുടെ കണ്ണുനീർ, ആ തേങ്ങലുകൾ ഈ ലോകമുള്ളിടത്തോളം കാലം ഈ ലോകത്തിനെ വേട്ടയാടും. ഈ ലോകത്തെ മാത്രമല്ല, അതിലുൾപ്പെട്ട ആളുകളുടെയും പിന്നാലെ ഈ തേങ്ങലുകൾ, ഈ തേങ്ങിക്കരച്ചിലുകൾ ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.